കോൺഗ്രസ് സ്വന്തം പാർട്ടി അണികളോടും സ്വന്തം സംഘടനയോടും ചെയ്യുന്ന അങ്ങേയറ്റത്തെ വഞ്ചനയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുള്ളൂ. രസകരമായിട്ടുള്ളൊരു വസ്തുത, ഈ സമ്മർദ്ദ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് ഒരേ സന്ദർഭത്തിൽ കോൺഗ്രസുമായിട്ടും CPM-ആയിട്ടും വിലപേശുകയാണ്. മുസ്ലിം ലീഗിനെ തങ്ങളുടെ കൂടെ കൂട്ടിയാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം CPM-നുണ്ട്. LDF-ന്റെ കൺവീനർ ഇന്ന് തുറന്നു പറഞ്ഞു. അവർക്ക് കൂടുതൽ സീറ്റിന് അവകാശവാദം ഉന്നയിക്കാൻ അവർക്ക് അർഹതയുണ്ട് എന്നും അവർക്കത് അർഹതപ്പെട്ടതാണ് എന്നും അവർ തങ്ങളുടെ കൂടെയാണ് വരേണ്ടത് എന്നിപ്പോൾ LDF-ന്റെ കൺവീനർ പറയുകയുണ്ടായി. അപ്പം ഒരു സംഘടിത മതസമുദായത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനൊരു സംഘടിത വോട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ, അതിൻ്റെ ഒരു അഹങ്കാരത്തിൽ കേരളത്തിലെ രണ്ട് മുന്നണികളോടും ഒരേപോലെ വിലപേശുന്ന അങ്ങേയറ്റം നാണംകെട്ട രാഷ്ട്രീയം സ്വീകരിക്കുന്ന മുസ്ലിം ലീഗിനോട് എന്തടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം, CPM നേതൃത്വം ഇത്തരമൊരു സൗഹൃദപരമായ സമീപനം സ്വീകരിക്കുന്നത് എന്ന് ആ പാർട്ടിയിലെ അണികളെങ്കിലും ആലോചിക്കണം. CPM-ഉം കോൺഗ്രസ് നേതൃത്വം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മലബാറിലെ 3-4 ജില്ലകൾ മാത്രമല്ല കേരളം എന്നവർ മനസ്സിലാക്കണം. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അവർക്ക് സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള സമൂഹവും കേരളത്തിൽ എവിടെയെല്ലാം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് CPM മനസ്സിലാക്കണം, കോൺഗ്രസ് മനസ്സിലാക്കണം, കേരളം എന്ന് പറഞ്ഞാൽ കാസർഗോഡും കോഴിക്കോടും മലപ്പുറവും മാത്രമല്ല, അതിനപ്പുറത്തും ചില ജില്ലകളുണ്ട്. മുസ്ലിം സംഘടിത സമുദായത്തിന്റെ വോട്ട് ബാങ്കിന് മുമ്പിൽ എല്ലാ നാണവും മറന്നുകൊണ്ട് സാഷ്ടാംഗം പ്രണമിക്കാൻ തയ്യാറാകുന്ന കേരളത്തിലെ CPM-ന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വം ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിൽ മറ്റു സമൂഹങ്ങൾക്ക് വോട്ടുണ്ട്, അവരുടെ വോട്ടിന് വിലയുണ്ട്. ലീഗിന്റെ തിണ്ണമുടക്കും ലീഗിന്റെ തൻപ്രമാണിത്വത്തിന്റെയും മുമ്പിൽ ഒരു വിഭാഗത്തിന് മാത്രമല്ല വോട്ടുള്ളത്, കേരളത്തിലെ മറ്റു സമൂഹങ്ങൾക്കും മറ്റു ജനവിഭാഗങ്ങൾക്കും വോട്ടുണ്ട് എന്ന് CPM-ന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വം തിരിച്ചറിയുന്നതാണ്. ഏറ്റവും ചുരുക്കം അവരുടെ അണികളെങ്കിലും ആ കാര്യം തിരിച്ചറിയണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി അവരോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത് അപകടകരമായിട്ടുള്ള രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം കേരളത്തിന് ഗുണകരമാകില്ല എന്നുകൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിൻ്റെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ആവർത്തിച്ച് സർക്കാർ പറയുന്നുണ്ട്. പക്ഷെ സർക്കാരിൻ്റെ ചെലവുകളൊന്നും കുറക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഗവൺമെന്റ് ഖജനാവിലെ പണം ചെലവഴിച്ചുകൊണ്ട് നവകേരള സദസ്സുണ്ടാക്കി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു. അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ സർക്കാരിനൊന്നും പറയാനില്ല. ഒരു ഗവൺമെന്റിന്റെ ഒരാളും ഒരു MLA-യും ഒരു മന്ത്രിയും ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ തയ്യാറാകുന്നില്ല. ഓരോ അസംബ്ലി മണ്ഡലത്തിലെയും വിവരാവകാശ പ്രകാരം പുറത്തു വന്നിട്ടുള്ള കണക്കനുസരിച്ച് അവിടെ ലഭ്യമായിട്ടുള്ള പരാതികളിൽ 10% പോലും പരാതികൾ ഇനിയും അഡ്രസ് ചെയ്യപ്പെട്ടിട്ട് പോലുമില്ല. അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ പരിപാടിയായിരുന്നു. ആ പൊളിറ്റിക്കൽ പരിപാടിക്ക് വേണ്ടി ഖജനാവിലെ പണമാണ് ചെലവഴിച്ചത്. രണ്ടാമത്, മുഖാമുഖം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മുഖ്യമന്ത്രി ഒരു പ്രോഗ്രാം നടത്തും. ഇതും കോടിക്കണക്കിന് രൂപ സർക്കാരും ചെലവാകുകയാണ്. എന്താണ് ഈ മുഖാമുഖത്തിന്റെ ഇൻപുട്ട്? ആരോടാണ് മുഖ്യമന്ത്രി സംവദിക്കുന്നത്, സംസാരിക്കുന്നത്? മുഖ്യമന്ത്രി കേരളത്തിലെ ഏതെങ്കിലും സാധാരണക്കാരുടെ പ്രശ്നങ്ങളല്ലല്ലോ അഡ്രസ് ചെയ്യുന്നത്, അവരുമായിട്ടല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത്, ഖജനാവിലെ പണം ചെലവഴിക്കുന്നതിന് ഒരു തരത്തിലുമുള്ള തടസ്സം ഇവർക്കില്ല. അതേസമയത്ത് സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നുണ്ട്. ഇത് ഇരട്ടത്താപ്പാണ്. ആദ്യം ചെയ്യേണ്ടത് ധൂർത്തും ദുർവ്യയവും സർക്കാർ അവസാനിപ്പിക്കാനാണ് തയ്യാറാകേണ്ടത്. കേന്ദ്ര സർക്കാരുമായിട്ട് ചർച്ച വേണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ചർച്ച വേണമെന്ന് സുപ്രീം കോടതി പറയാനുള്ള കാര്യം, കേരള ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾക്ക് നിയമപരമായി പ്രസക്തി ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു കോടതിയിൽ കേസ് വന്നാൽ ആ കേസിന് ലീഗാലിറ്റി ഇല്ലാതാകുമ്പോഴാണ്
കോടതി കൺസെന്റ് കക്ഷികളോട് പറയുക, നിങ്ങൾ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിന് തയ്യാറാവൂ എന്നും. അങ്ങനെയാണല്ലോ അതിൻ്റെ വ്യാവഹാരിക ഭാഷ.